പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം എന്ന കവിതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കവികളാണ്. മലയാളത്തിൽ, പ്രത്യേകിച്ച് മലയാള കവിതയിൽ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്ന രണ്ട് പ്രധാന കവികൾ ഇവർ രണ്ടുപേരുമാണ്. ഇംഗ്ലീഷിൽ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് കാൽപ്പനികത എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. മാനസികമായ ശക്തമായ വികാരങ്ങളെ അത് കലയുടെ ഭാഗമാക്കിക്കൊണ്ട് രചിക്കുന്ന രചനകളാണ് കാൽപ്പനിക രചനകൾ. അത് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള അനുഭവത്തിൻ്റെ വലിയൊരു ലോകം തുറന്നുവിടലാണ് കവിതകളിലൂടെ. ആ ഇഴുകിച്ചേരലിൻ്റെ, ആസ്വദിക്കലിൻ്റെ, അനുഭവിക്കലിൻ്റെ തീവ്രതയനുസരിച്ച് ആവിഷ്കാരത്തിനും വ്യത്യാസമുണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവത്തോടു കൂടി പ്രകൃതിയെ കാണുന്ന ഒരു രീതി, സത്യത്തിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു കവിയുടെ ഭാവനയുടെ അനന്തമായ സാധ്യതകളാണ് കാൽപ്പനിക കവിതാ പ്രസ്ഥാനത്തിലുള്ളത്. ഇങ്ങനെ സ്വപ്നലോകത്തിൽ എന്ന പോലെ ഇങ്ങനെ വിവരിച്ചുകൊണ്ടേയിരിക്കുക, വർണ്ണിച്ചുകൊണ്ടേയിരിക്കുക എന്നത്, അങ്ങനെയുള്ള കവിതകൾ എഴുതിയ ആളുകളാണ് നമ്മുടെ ചങ്ങമ്പുഴയും ഇടപ്പള്ളി രാഘവൻ പിള്ളയും. കാൽപ്പനികതയുടെ ഭാഗമായിട്ട് അതിതീവ്രമായ സന്തോഷം രേഖപ്പെടുത്താം, ഞെട്ടലുകൾ രേഖപ്പെടുത്താം, തീവ്രമായ ദുഃഖം രേഖപ്പെടുത്താം. അതുവരെ ഉണ്ടായിരുന്ന യഥാതഥമായ, അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എഴുത്തുകളിൽ നിന്ന് ഉള്ള ഒരു വിച്ഛേദമായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവി തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ സത്ത ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള രീതിയിൽ രചന നടത്തുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ കാൽപ്പനികതയുടെ ഒന്ന് രണ്ട് പ്രത്യേകതകളൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കവിതയിലേക്ക് കടക്കാം. അത് ഒന്നാമത്തത്, പ്രകൃതിയുമായിട്ടുള്ള നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇഴുകിച്ചേരൽ. അത് പ്രകൃതി വസ്തുക്കൾക്കും മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ള ഒരു കാര്യം, അത് ഈ കാൽപ്പനിക കവിതകൾ എഴുതുന്ന ഓരോ കവിയുടെയും ബോധ്യമാണ്. അതുപോലെ മനുഷ്യൻ്റെ അപാരമായ ഭാവനയ്ക്ക് അതുവരെ ക്ലാസിസം എന്ന് പറഞ്ഞ യഥാർത്ഥ പ്രസ്ഥാനത്തിൽ പോലും ചെന്നെത്താൻ പറ്റാത്ത തരത്തിലുള്ള ഉന്നതിയിലേക്ക്, ഭാവനയുടെ ആ ഒരു വിശാലതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ശ്ലേഖലിനെ പോലുള്ള ചിന്തകർ കാൽപ്പനിക കവിത അനന്തതയുടെ കവിത എന്നൊക്കെ വിളിക്കുന്നത്. അത് യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് ആസ്വാദകനെ എത്തിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്നതിൽ നിന്ന്, നേരിട്ട് അനുഭവിക്കുന്നതിൽ നിന്ന് അപ്പുറത്തുള്ള, അതിനതീതമായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ മേഖലയാണ് ഈ കാൽപ്പനികതയിലുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. കാൽപ്പനികതയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം എന്ന കവിതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇടപ്പള്ളിയെക്കുറിച്ച് അല്പം നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. വളരെ ചെറിയ കാലഘട്ടമാണ് ഇടപ്പള്ളിയുടേത്. 1909 മുതൽ 1936 വരെ മാത്രം ജീവിച്ച ഒരു കവി. വളരെ നിരാശനായിരുന്ന കവി. വിഷാദം ഒരു മുഖമുദ്രയായി കൊണ്ടു നടന്നിരുന്ന, എപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ കയ്പ് അനുഭവിച്ച കവി. വളരെ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട
ആളായിരുന്നു ഇടപ്പള്ളി രാഘവൻപിള്ള. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ രണ്ടാം വിവാഹം അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ അമ്മയില്ല. പിതാവ് രണ്ടാനമ്മയുടെ കൂടെ താമസിക്കുന്നു. ആ വീട്ടിലേക്ക് ഇദ്ദേഹവും താമസം മാറ്റുന്നു. അങ്ങനെയുള്ള വല്ലാതൊരു ഒറ്റപ്പെടൽ അനുഭവിച്ച ചെറുപ്പത്തിലേ ഒറ്റപ്പെട്ട് കഴിഞ്ഞ കവിയാണ് ഇടപ്പള്ളി. വിഷാദവാനും ഏകാകിയുമായിരുന്ന ഇടപ്പള്ളി പിന്നീട് കവിതയിലൂടെയാണ് തൻ്റെ ഒറ്റപ്പെടലിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പരിചയപ്പെടുന്നു. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. അങ്ങനെ കവിതകൾ എഴുതി ആണ് ആദ്യത്തെ സമാഹാരമായ തുഷാരഹാരം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്. ഗുമസ്തനായിട്ടാണ്, ചുരുങ്ങിയ ശമ്പളത്തിൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്തിരുന്ന കാലം. അക്കാലത്ത് ഇടപ്പള്ളിക്കൊരു പ്രണയ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലത്ത് വൈക്കം നാരായണപിള്ള എന്ന് പറഞ്ഞൊരു വക്കീലിൻ്റെ കൂടെ ഗുമസ്തനായിട്ട് താമസിക്കുന്ന കാലത്ത് ഈ 1936 ആ വർഷമാണ് ഇദ്ദേഹം മരിക്കുന്നത്, ഇടപ്പള്ളി രാഘവൻപിള്ള. ആ മരിക്കുന്നതിനുള്ളൊരു കാരണം താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ വിവാഹ കത്ത് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് മൂലമാണ്. അതിൽ മനംനൊന്തുകൊണ്ട് ഇടപ്പള്ളി തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് ഈ വക്കീലിൻ്റെ വീട്ടിൽ, നേരത്തെ പറഞ്ഞ വൈക്കം നാരായണപിള്ളയുടെ വീട്ടിൽ. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിൽ 27ാമത്തെ വയസ്സിൽ തൻ്റെ മനസ്സിൻ്റെ വേദന താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കവി. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് രചിച്ച കവിതയാണ് മണിനാഥം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്ര ഞാൻ പരത്തി പറഞ്ഞത് ഈ കവിതയുമായി അതിനുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ആണ്. ആത്മഹത്യയ്ക്ക് മുമ്പായി മരണം വിഷയമായിട്ട് 2 കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്ന് മണിനാഥവും മറ്റൊന്ന് നാളത്തെ പ്രഭാതം എന്ന കവിതയും. അതിൽ നാളത്തെ പ്രഭാതം മലയാള രാജ്യം വാരികയ്ക്ക് അയച്ചു കൊടുത്തു. അതുപോലെ മണിനാഥം മാതൃഭൂമി ആഴ്ച പതിപ്പിനും അയച്ചു കൊടുത്തു. അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ്, അതായത് 1936 ജൂലൈ 5 ഇദ്ദേഹം മരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം 36 ജൂലൈ 6 മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മണിനാഥം അച്ചടിച്ച് വരുന്നത്. പത്രങ്ങളിൽ മരണവാർത്ത വന്ന അതേ ദിവസം. ജൂലൈ 7 മരണം വിഷയമായ നാളത്തെ പ്രഭാതം എന്ന കവിത മലയാള രാജ്യത്തിലും പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ സ്വന്തം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ കവിതയാണ് മണിനാഥം. മലയാളത്തിൽ മറ്റൊരു കവിയും ഇതുപോലെ എഴുതിയിട്ടുണ്ടാവില്ല. അത്രയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതവും മാനസികാസ്വാസ്ഥ്യവും എല്ലാം ചേർത്തുകൊണ്ട് എഴുതിയ കവിത. മരണത്തിന് മുമ്പ് ഇടപ്പള്ളി എഴുതിയ ഒരു കുറിപ്പിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. തൻ്റെ നിരാശ അതിൽ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക. ഈ മൂന്നിലുമാണ് ലോകത്തിലെ സുഖം അന്തർഭവിച്ചിരിക്കുന്നത്. ഇവയിലെല്ലാം എനിക്ക് നിരാശതയാണ് അനുഭവം. എനിക്ക് ഏക രക്ഷാമാർഗം മരണമാണ്. അതിന് ഞാൻ സന്തോഷം വരിക്കുന്നു. ഇങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ കവി. ആനന്ദപ്രദമായി വേർപാടിൽ ആരും നഷ്ടപ്പെടുന്നില്ല. മനസാ വാചാ കർമ്മണ ഇതിലാർക്കും ഉത്തരവാദിത്വമില്ല. ഞാൻ നേടുന്നുണ്ട്. സമുദായത്തിൻ്റെ സംശയദൃഷ്ടിയും നിയമത്തിൻ്റെ നിശിത ഗഡ്ഗവും നിരപരാധിത്വത്തിൻ്റെ മേൽ പതിക്കരുതേ. എനിക്ക് ഒരുപാട് പാടുവാൻ ആഗ്രഹമുണ്ട്. എൻ്റെ മുരളി തകർന്നുപോയി. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന
ഒരു കവി പെട്ടെന്ന് ഈ കാമുകിയുടെ വിവാഹത്തിൻ്റെ അറിയിപ്പ് കിട്ടിയത് മൂലം ആകെ മാനസികമായി തകർന്നു പോവുകയും ആ തകർച്ചയിൽ നിന്നാണ് കവിത ഉണ്ടാകുന്നത്. എനിക്കിനി ഒന്നുമില്ല, ആരുമില്ല എന്ന് ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ മരണം ആഗ്രഹിച്ചു പോകും ചിലപ്പോൾ മനുഷ്യർ. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അവസാന കവിത, അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ, അനുനയിക്കുവാനെത്തുവൻ കൂട്ടരോട്, അരുളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി. ഇങ്ങനെ തുടങ്ങുന്ന ആ കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെ സങ്കടം അനുഭവപ്പെടുന്നു. ഈ കവിയുടെ ജീവിത പശ്ചാത്തലവും ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥയും മനസ്സിലാക്കുമ്പോൾ വളരെ തീവ്രമായി ഈ കവിത നാം അനുഭവിക്കും. ഈ കവിത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ആഴ്ചയിൽ പത്രാധിപർ ഒരു കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. ഒരു യുവകവിയുടെ വിഷാദാത്മകത്വം അദ്ദേഹത്തെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നു. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ എന്ന് കഴിഞ്ഞിലക്കം ആഴ്ചപ്പതിപ്പിൽ ഉഴറിപ്പാടി വിട ചോദിച്ച ശ്രീ ഇടപ്പള്ളി രാഘവൻ പിള്ള കെട്ടി ഞാന്ന് ജീവനൊടുക്കിയിരിക്കുന്നു, അതായത് തൂങ്ങിച്ചത്തിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടാണ് പത്രാധിപർ എഴുതുന്നത്. ഒരു പ്രത്യേക മനോഭാവത്തോടു കൂടി നോക്കുമ്പോൾ ഈ ലോകത്തിൽ ദുഃഖിക്കാനും നിരാശപ്പെടാനുമുള്ള സംഗതികൾ മാത്രമേ കാണുകയുള്ളൂ എന്നത് വാസ്തവമാണ്. അനീതികളുടെയും അസമത്വങ്ങളുടെയും വിളനിലമായി തീർന്നിരിക്കുന്നു നമ്മുടെ സമുദായം. എങ്കിൽ കൂടി മനുഷ്യൻ്റെ കർമ്മക്ഷമത ഈ അസമത്വങ്ങളുടെയും അഴിമതികളുടെയും മുന്നിൽ തലകുനിച്ച് അവയ്ക്ക് വഴിയരുളുകയോ? ദാരിദ്ര്യവും മഹാവ്യാധിയും ഞെക്കി ഞെരുക്കുന്നവർ. ഇങ്ങനെ പറഞ്ഞു പോകുന്ന കവിയുടെ ജീവിതത്തെ സംബന്ധിച്ച വലിയ സത്യങ്ങളാണ് അന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിലെ പത്രാധിപർ എഴുതിയിട്ടുള്ളത്. മണിനാഥം എന്ന കവിതയിൽ ഞാൻ നേരത്തെ വായിച്ച പോലെ തന്നെ മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ, അനുനയിക്കുവാനെത്തുമെൻ കൂട്ടരോട്, അരുളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി. ആ യാത്രാമൊഴിയാണ് തുടർന്നുള്ള വരികളിൽ അദ്ദേഹം പറയുന്നത്. തൻ്റെ നിരാശയെ, തൻ്റെ വിഷാദത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു രചന. നോക്കൂ, മറവി തന്നിൽ മറഞ്ഞു മനസ്സാലൻ മരണഭേരിയടിക്കും സഖാക്കളെ, സഹതപിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ, കവനലീലയിൽ എന്നുറ്റ തോഴരാം കനകതൂലികേ കാനനപ്രാന്തമേ, മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൽ മത തരളമാം മാമരക്കൂട്ടമേ, പിരിയുകയാണിതാ ഞാനൊരധകൃതൻ, കരയുവാനായി പിറന്നൊരു കാമുകൻ, മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം. കവി മരണത്തിൻ്റെ മണിമുഴക്കം കേൾക്കുന്നു, എന്നെ കൊണ്ടുപോകാൻ ഇതാ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് ആ മണിമുഴക്കത്തോട് ഇതാ വരുന്നു ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കവി യാത്രാമൊഴി പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പ്രണയമില്ലാതായ ഈ മൺചരാത് മണ്ണിലടിഞ്ഞിനി മയങ്ങിക്കിടക്കട്ടെ, എനിക്കിനി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ഇടപ്പള്ളി രേഖപ്പെടുത്തുകയാണ്. ഇത് തൻ്റെ ജീവൻ കൊണ്ടെഴുതിയ ഒരു രചനയായിട്ട് നമുക്കിപ്പോൾ അനുഭവപ്പെടും. പിരിയുകയാണിതാ ഞാനൊരു അധകൃതൻ, കരയുവാനായി പിറന്നൊരു കാമുകൻ, എനിക്ക് അത്രയും നിരാശ ബാധിച്ചിരിക്കുന്നു, ഞാനിനി കരച്ചിലല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് സന്തോഷമേ ഇല്ല എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് താൻ പിരിയാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൻ മതതരളമാം മാമരക്കൂട്ടം. അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ടവരോടെല്ലാം, തൻ്റെ സഖാക്കളോട്, തൻ്റെ ദുഃഖങ്ങളിൽ ഒന്നും സഹതപിക്കാത്ത ലോകമേ, ആ ലോകത്തോട്
എന്തിലും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ശാരദാകാശത്തോട്, തൻ്റെ ഉറ്റ തോഴരായിട്ടുള്ള തൂലികയോട്, പൊൻതൂലിക എന്നാണ് ഉദ്ദേശിക്കുന്നത്, താൻ ഇതുവരെ കവിത എഴുതിക്കൊണ്ടിരുന്ന തൂലികയോട്, തൻ്റെ കവിതയോട്, തൂലിക എന്ന് പറഞ്ഞാൽ തൻ്റെ എഴുത്തിനോട് എന്നർത്ഥം. കാനനപ്രാന്തമേ, കാനനത്തിൻ്റെ അടുത്തുള്ള പ്രദേശമേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമേ, മധുരമല്ലാത്തൊരൻ മൗന ഗാനത്തിൽ ഞാൻ കഠോരമായിട്ട് പാടിയാലും മധുരമല്ലാതെ പാടിയാലും എൻ്റെ പാട്ടിൽ ലയിച്ചിരിക്കുന്ന മാമരക്കൂട്ടമേ, ഞാനിതാ പിരിയുകയാണ് എന്ന് മണിനാഥത്തിൽ രാഘവൻ പിള്ള പറയുന്നു. പ്രണയം അത്രമേൽ അനുഭവിച്ച ഒരാൾക്ക് പെട്ടെന്നത് നഷ്ടപ്പെടുമ്പോഴുള്ള ആ വ്യഥയാണ് ഇവിടെ നാം കാണുന്നത്. സ്കൂൾ കാലം മുതലേ താൻ സ്നേഹിച്ചു വന്നിരുന്ന പെൺകുട്ടിയുടെ വിവാഹ ക്ഷണക്കത്ത് ലഭിക്കുകയാണ്. അപ്പോഴാണ് ആ പ്രണയ നൈരാശ്യത്തിൻ്റെ പടുകുഴിയിലേക്ക് അദ്ദേഹം വീണുപോകുന്നത്. തുടർന്ന് അദ്ദേഹം എഴുതുന്നു: അഴകൊഴുകുന്ന ജീവിതപ്പൂക്കളം, വഴിയരികിലെ വിശ്രമത്താവളം, കഴുകനിജടം കാത്തുസൂക്ഷിക്കുന്ന കഴുമരം, ഹാ ഭ്രമിച്ചു ഞാൻ തെല്ലിട. ഞാൻ അല്പനേരം ഈ സന്തോഷത്തിൽ ഭ്രമിച്ചുപോയി. നല്ല അഴകിലുള്ള വഴിയരികിലുള്ള ഒരു വിശ്രമത്താവളം പോലെ മാത്രമുള്ള ഈ ജീവിതപ്പൂക്കളത്തിൽ ഞാൻ അല്പനേരം വിശ്രമിച്ചു പോയി എന്ന്. ആ വിശ്രമത്തിൽ ഞാൻ വിശ്രമിക്കുകയും അവിടെ ഭ്രമിച്ചുപോയി ആ ജീവിതത്തിൽ എന്ന്. അഴലിൽ ആനന്ദലേശമില്ല. അഴലിൽ ദുഃഖത്തിൽ ആനന്ദലേശമിട്ടെപ്പോഴും മെഴുകി മോടി കലർത്തിയുമീ മേടയിൽ, കഴലൊരു അല്പമുയർത്തിയുനീടുകിൽ വഴുതി വീഴാതിരിക്കില്ലൊരിക്കലും. ദുഃഖത്തിലാണ് എപ്പോഴും ആനന്ദം ഇങ്ങനെ മെഴുകി മോടി കൂട്ടിയിരിക്കുന്നത്. അതിൽ കാലൊന്ന് അമർത്തിപ്പോയാൽ ആ മോടിയിൽ, ദുഃഖത്തിൻ്റെ മുകളിൽ ആനന്ദം മെഴുകിയിരിക്കുന്നിടത്ത് ആനന്ദത്തിലൊന്ന് കാലമർത്തി നിന്നു പോയാൽ വഴുതി വീണു പോകും ആരും എന്ന ഒരു ലോകസത്യം പറയുകയാണ്. അത് ഞാൻ വീണുപോയി. പിന്നെയോ, മലമുകളിൽ ഇഴഞ്ഞിഴഞ്ഞേറിടും മഴമുകിലിൽ എന്ന പോലെ ഞാൻ ഇത്രനാൾ സുന്ദര സ്വപ്നശതങ്ങൾ തൻ സുലളിതാനന്ദ ഗാനനിമഗ്നനായി. ഞാനതുപോലെ മലമുകളിലേക്ക് കയറിപ്പോകുന്ന, പറന്നു പോകുന്ന മഴമേഘങ്ങൾ എന്ന പോലെ ഞാൻ ഇത്രയും നാൾ ഒരു സുന്ദര സ്വപ്നത്തിലായിരുന്നു. ആ സ്വപ്നവും ഇതാ അസ്തമിച്ചിരിക്കുന്നു. അവിടെ ഞാൻ അതിൽ മഗ്നനായി അതിൻ്റെ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് ഇത്രയും നാൾ ഞാൻ അങ്ങനെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അതെല്ലാം തകർന്നിരിക്കുന്നു, ആനന്ദമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രതിനിമിഷം നിറഞ്ഞു തുളുമ്പിടും പ്രണയമാധീ ലഹരിയിൽ ലീനനായി, സ്വജനവേഷം ചമഞ്ഞവരെകിടും സുമമനോഹര സുസ്മിതാകൃഷ്ടനായി, അടിയുറയ്ക്കാതെ മേൽപോട്ടുയർന്നു പോയി അലകടലിൻ്റെ ആഴമളക്കുവാൻ. എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ പ്രണയത്തിൻ്റെ ലഹരിയിൽ മുങ്ങിപ്പോയി. സ്വന്തമെന്ന് കരുതി വേഷം കെട്ടിയവരൊക്കെ അവർ തൂകിയിരുന്ന മനോഹരമായ പുഞ്ചിരിയിൽ ആകൃഷ്ടനായിപ്പോയി. പക്ഷേ അത് കടലിൻ്റെ മേൽപ്പരപ്പ് പോലെ ആയിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞ് ആ കടലിൻ്റെ അടിയിലേക്ക് അങ്ങനെ ആഴമളക്കുവാൻ പോയ പോലെയായി എൻ്റെ അവസ്ഥ. മിഴി തുറന്നൊന്ന് നോക്കവേ കരിരും വഴികൾ തട്ടിത്തഴമ്പിച്ചതാണു ഞാൻ. തടവഴ പ്രേമദാരിദ്ര്യബാധയാൽ തടവുകാരനായി തീർന്നവനാണു ഞാൻ. പക്ഷേ സത്യത്തിൽ എൻ്റെ അവസ്ഥ എന്താണ്? പ്രേമം കൊണ്ട് ഞാൻ തടവിലായിരുന്നു, പ്രേമബാധിതനായിരുന്നു. എനിക്ക് മറ്റൊന്നും അറിയില്ല, മറ്റൊരു ജീവിതം എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതം ഈ പ്രണയത്തിൻ്റെ തടവറയിൽ തന്നെയായിരുന്നു.
തടവുകാരനായി തീർന്നവനാണു ഞാനെന്ന് എങ്ങനെ ആ പ്രേമദാരിദ്ര്യബാധ കൊണ്ട്. കൊട്ടാരമാകാൻ ഉയരുന്നു, കടലിരമ്പുന്നു കൈത്തോട്ടിലെത്തുവാൻ, പ്രണയം ഒന്നിച്ച് ഇണക്കാൻ ഒരുങ്ങിയാൽ അണിമുറിക്കാൻ ഇരുളുമണഞ്ഞിടും. അങ്ങനെ പ്രണയത്തിൽ ഒന്നിച്ച് ഇണങ്ങി അത്രയും ആനന്ദതുന്തിലനായി ജീവിച്ച എൻ്റെ മനസ്സിതാ തകർന്നിരിക്കുന്നു. പ്രണയം നമ്മെ കൂട്ടിയിണക്കാൻ തുടങ്ങിയാലോ നമ്മെ പിരിക്കാൻ വേണ്ടിയിട്ട് ഇരുള് എത്തിയിരിക്കുന്നു. മണിമുഴക്കം തുറന്ന് വീണ്ടും മണിമുഴക്കത്തെക്കുറിച്ച്. മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്ന് കവി. ചിരികൾ തോറുമെൻ പട്ടടത്തീപ്പൊരി ചിതറിടുന്നോരരങ്ങത്തു നിന്നിനി, വിട തരൂ മതി പോകട്ടെ ഞാനുമെൻ നടനവിദ്യയും മൂകസംഗീതവും. ഇവിടെ ആ നിരാശയുടെ വിഷാദത്തിൻ്റെ പടുകുഴിയിലേക്ക് കവി വീഴുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ ദഹിപ്പിക്കാനുള്ള തീപ്പൊരിയാണ് ഓരോ ചിരിയിലുമുള്ളത്. ഈ അരങ്ങത്ത് ഞാനിനി നിൽക്കുന്നില്ല, എനിക്ക് വിട തരൂ, ഞാൻ പോകട്ടെ. എൻ്റെ മൂകസംഗീതവും എൻ്റെ നടനവിദ്യയും എല്ലാം പോകട്ടെ. ഇത് വാക്കുകൾ വെച്ചുകൊണ്ട് നേരിട്ട് അർത്ഥം പറയേണ്ട ഒരു കവിതയല്ല, ഇത് ഒരു അനുഭവ തലത്തിൽ ആസ്വദിക്കേണ്ട കവിതയാണെന്ന് കൂടി മനസ്സിലാക്കണത് വായിക്കുമ്പോൾ. വിവിധ രീതിയിൽ ഒറ്റ നിമിഷത്തിൽ വിഷമമാണ് എനിക്ക് ആടുവാൻ പാടുവാൻ. എനിക്കിനി ഇങ്ങനെ ആടാനും പാടാനും സാധിക്കില്ല, കാരണം ഞാൻ തകർന്നു പോയി എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. നവരസങ്ങൾ സ്ഫുരിക്കണമൊക്കെയും അവരവർക്കിഷ്ടമായിട്ടിരിക്കണം. അരുതരുത് എനിക്ക് ഈ രീതി തെല്ലുമി ചരിതമെന്നും അപൂർണമാണെങ്കിലും. എനിക്കിതൊന്നും വലിയ പരിചയമില്ല. ആളുകൾക്ക് വേണ്ടി ചിരിക്കുക, ഓരോരുത്തർക്ക് ഇഷ്ടമായ രീതിയിൽ അഭിനയിക്കുക എനിക്ക് പരിചയമില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. അണിയലൊക്കെ കഴിഞ്ഞു നിഗൂഢമായി പല ദിനവും, നവനവരീതികൾ പരിചയിച്ചു ഫലിച്ചില്ലൊരൽപ്പവും. തവിട് പോലെ തകരുമെൻ മാനസ അവിടെ എത്തിച്ചു കുഴയണം. തവിട് പോലെ തകരുമെൻ മാനസം അവിടെ എത്തിച്ചു കുഴയണം. പല രീതികൾ ലോകത്ത് പരിചയിക്കുന്ന പോലെ എനിക്ക് പരിചയിക്കാൻ സാധിക്കുന്നില്ല. തവിട് പോലെ പൊടിഞ്ഞു പോയിരിക്കുന്ന എൻ്റെ മനസ്സ്, അത് ആകെ കുഴഞ്ഞു മറിഞ്ഞു പോവുകയാണ് ഈ ഒരു അവസ്ഥയിൽ. എനിക്ക് എൻ്റെ വികാരം എന്താണെന്നുള്ളത്, ശരിക്കും എൻ്റെ വേദന എന്താണെന്ന് പോലും എനിക്ക് ശരിക്കും പിടികിട്ടാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ചിരി ചെറിയുവാനായ എൻ ദേശികൻ ശിരസി താഠനമേറ്റി പലപ്പോഴും. ചിരിക്കൂ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് എന്നെ മാർഗദർശനം ചെയ്യുന്ന എൻ്റെ ദേശികൻ, എൻ്റെ ഉപദേശി അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നോടിങ്ങനെ പലപ്പോഴും പറയുന്നു, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഹഹഹ വിസ്മയം ലോകമേ, വിസ്മയം വിസ്മയം ലോകമേ, അതിവിചിത്രമീ നൃത്തശിക്ഷാക്രമം. അതിവിചിത്രമാണ് നിൻ്റെ ഈ കാര്യങ്ങൾ, എന്നെ നീ പരീക്ഷിക്കുന്നത്. കളരി മാറി ഞാൻ കച്ചകെട്ടാമിനി, കളിയരങ്ങൊന്ന് മാറി നോക്കാമിനി. ഈ കളിയരങ്ങിൽ ഞാൻ തോറ്റുപോയി, ഇനി എനിക്ക് അത് അസാധ്യമാണ്, ഞാൻ കളിയരങ്ങ് മാറട്ടെ എന്ന്. ഞാൻ പ്രണയത്തിൻ്റെ സന്തോഷകരമായ കളിയിലായിരുന്നു. ആ കളരി എനിക്ക് ഇനി സാധ്യമല്ല. ആ കളരിയിൽ നിന്ന് ഞാൻ മാറി കച്ചകെട്ടുകയാണ്. പ്രണയനാടകം എന്നും ഇതുവിധം നിണമണിച്ചിലിൽ ഇതെത്താതിരുന്നിടാ. പ്രണയനാടകം എന്നും ഇതുവിധം നിണമണിച്ചിലിതെത്താതിരുന്നിടാ. മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ഞാൻ ആനന്ദിച്ച പ്രണയനാടകം ഇതാ രക്ത ചൊരിച്ചിലെത്തിയിരിക്കുന്നു. എനിക്ക് സാധ്യമല്ല ഇനി തിരിച്ച് അങ്ങോട്ട് പോകാൻ. ഉദയമുണ്ടിനി മേലിൽ അതെങ്കിൽ എൻ ഉദകകൃത്യങ്ങൾ ചെയ്യുവാനെത്തിടും. ഇനിയൊരു ഉദയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഈ ലോകത്തുണ്ടാവില്ല. അത് ആ ഉദയം വരുന്നത് എൻ്റെ ഉദകക്രിയ, എൻ്റെ മരണാനന്തര ക്രിയ ചെയ്യുവാനായിരിക്കും.
സ്ഥിരതയില്ലാത്ത ലോകത്തിൽ എന്തിനായി ചിരവിരഹി ഞാൻ മേലിലും കേഴണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ചിരവിരഹിയായിപ്പോയി, എല്ലാ കാലത്തേക്കുമുള്ള ഒരു നഷ്ടപ്പെട്ടവനായിപ്പോയി, പ്രണയം നഷ്ടപ്പെട്ടവനായിപ്പോയി, വിരഹിയായിപ്പോയി എന്ന് കവി പറയുന്നു. ഞാനിനി ഇങ്ങനെ എന്തിനാണ് ഈ സ്ഥിരതയില്ലാത്ത ലോകത്ത് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത എൻ്റെ പ്രണയിയെപ്പോലുള്ള ആളുകൾ ഉള്ള ലോകത്ത് ജീവിക്കുന്നത് എന്ന് കവിക്ക് തോന്നുകയാണ്. തൻ്റെ കാമുകി മറ്റൊരാളുടെ ഭാര്യയായി തീരുന്നത് സഹിക്കവയ്യാത്ത ആ നിരാശയിൽ, ആ വേദനയിൽ കവി വീണ്ടും പാടുന്നു. മധുരചിന്തകൾ മാഞ്ഞുപോയിടവേ, മരണമാണിനി ജീവിച്ചിരിക്കുവാൻ. ഇരുളിൽ ആരുമറിയാതെ എത്ര നാൾ കരളുനൊന്തു ഞാൻ കേഴുമനർഗളം. ഇങ്ങനെ പോയാൽ എൻ്റെ ഇരുട്ടിൽ മനസ്സ് പതിച്ചിരിക്കുന്ന ആ കൊടും ഇരുളിൽ ഞാൻ എത്ര നാളിനി ഇങ്ങനെ കരളുനൊന്ത് നിലവിളിക്കും. ഹൃദയമില്ലാത്ത ലോകമേ, എന്തിനായതിനു കാരണം ചോദിപ്പു നീ സദാ. ലോകമേ, നിനക്ക് ഹൃദയമില്ല, എന്നെ നീ കാണുന്നില്ല, ഞാൻ തകർന്നു പോയിരിക്കുന്നു. ലോകം നേരെയായിരുന്നെങ്കിൽ അവളെ എനിക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെയാണ് കവിയുടെ ചിന്ത. പരസഹസ്രം രഹസ്യമുണ്ടെന്നുമെൻ പുറകിൽ നിന്നിതം വിങ്ങിക്കരയുവാൻ. സ്മരണയായി പറന്നു വന്നെന്നുമെൻ മരണശയ്യയിൽ മാന്തളിർ ചാർത്തുവാൻ. സമയമായി ഞാൻ നീളും നിഴലുകൾ ക്ഷമയളന്നതാ നിൽക്കുന്നു നീളവേ. എന്നെ കൊണ്ടുപോകാനിതാ നീണ്ട നിഴലുകൾ നീണ്ടു നീണ്ടു നിൽക്കുന്നു എൻ്റെ മരണശയ്യയിൽ മാന്തളിർ ചാർത്തുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കിനി ഇവിടെ നിൽക്കുക സാധ്യമല്ല എന്ന് കവി. പവിഴരേഖയാൽ ചുറ്റുമനന്തമാം ഗഗനസീമയിൽ പ്രേമപ്പൊലിമയിൽ കതിർവിരിച്ചു വിളങ്ങുമ കാർത്തിക കനകതാരം ഉണ്ടെനിക്കെപ്പോഴും കൂട്ടിനായി. ഇവിടെ എല്ലാം തകർന്നുപോയി, ഇനി എനിക്ക് കാർത്തിക നക്ഷത്രമേ കൂട്ടിനുള്ളൂ. അതിൻ്റെ പ്രേമനക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ പ്രേമദ്യുതി, അതിൻ്റെ ആ വെളിച്ചമുണ്ട്, എനിക്കത് മതി. ഭൂമിയിൽ എൻ്റെ വെളിച്ചം എന്നെ വിട്ടുപോയി, എൻ്റെ കാമുകി എന്നെ വിട്ടുപോയി എന്ന് ഓർക്കുന്നു. കഠിനകാലം കഥനമൊരൽപ്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ. കഠിനകാലം കഥനമൊരൽപ്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ ഓർത്ത് കഠിനകാലമേ നീ അതിൽ ദുഃഖം കലർത്തല്ലേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. പരിഭവത്തിൽ പരുഷപാഷാണകം തുരുതുരയായി പതിച്ചു തളർന്നൊരൻ ഹൃദയമൺഭിത്തി ഭേദിച്ചു തീരുമീ രുധിരബിന്ദുക്കൾ ഓരോന്നു മൊഴിയിൽ പ്രണയഗാനമെഴുതുന്ന തൂലികയ്ക്കുണർവിയേറ്റുമോ, ഏറ്റാൽ ഫലിക്കുമോ. ഇങ്ങനെ തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ പരിഭവത്തിൻ പരുഷപാഷാണകം തുരുതുരയായി പതിച്ചു തളർന്നൊരൻ ഹൃദയമൺഭിത്തി ഭേദിച്ചു തീരുമീ രുധിരബിന്ദുക്കൾ ഓരോന്നും ഊഴിയിൽ പ്രണയഗാനമെഴുതുന്ന തൂലികയ്ക്കുണർവിയേറ്റുമോ, ഏറ്റാൽ ഫലിക്കുമോ. എൻ്റെ ഹൃദയഭിത്തി തകർന്ന്, നിരാശ കൊണ്ട് എൻ്റെ ഹൃദയം തകർന്ന് ഭൂമിയിൽ പതിക്കുന്ന രക്തബിന്ദുക്കൾ ഓരോന്നും പ്രണയഗാനം എഴുതുന്ന എൻ്റെ തൂലികയ്ക്ക് ഉണർവ് കൊടുക്കുമോ. ഇനി അങ്ങനെ അത് ഉണർവ് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് ഫലിക്കുമോ എന്ന ഒരു അസ്വസ്ഥതയിൽ, എന്ന ഒരു ആശങ്കയിൽ ഈ കവിത അവസാനിപ്പിക്കുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് ഇടപ്പള്ളി എഴുതിയ ഈ കവിത അക്കാലത്ത് വിഷാദരോഗിയായും അല്ലെങ്കിൽ വിഷാദവാനായും മരണരഥി അനുഭവിക്കുകയും ചെയ്ത വിരഹകാമുകൻ്റെ ഹൃദയദുഃഖമാണ്. പ്രണയം നഷ്ടപ്പെടുക എന്നത് വളരെ ലോലഹൃദയനായ കവിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. പ്രണയം നഷ്ടപ്പെടുമ്പോൾ താൻ തന്നെ ഇല്ലാതായെന്ന് കവിക്ക് തോന്നുകയാണ്.
കവിത എഴുതിക്കൊണ്ട് തൻ്റെ ഏകാന്തതയും ഒറ്റപ്പെടലുകളും ഒക്കെ മറികടന്ന കവിക്ക് പക്ഷേ ഇവിടെ പരാജയം സംഭവിക്കുകയാണ്. തനിക്കതിനെ മറികടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ വീഴ്ചയിലേക്ക്, നിരാശയിലേക്ക് കൂപ്പുകുത്തിപ്പോയി നമ്മുടെ ഇടപ്പള്ളി. നമ്മുടെ വാസ്തവത്തിൽ ഏറെ നാൾ പ്രണയിച്ചവൾ, താൻ വിശ്വസിച്ചവൾ എന്നും കൂടെയുണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ച ഒരു കവിയുടെ, ഒരു മനസ്സിൻ്റെ, ഒരു കാമുകൻ്റെ പതനമാണ് ഈ കവിതയിൽ കാണുന്നത്. ഈ മണിനാഥത്തോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കവിത ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണനാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണമുണ്ടാക്കിയ, തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം ചങ്ങമ്പുഴയിൽ സൃഷ്ടിച്ച അഭാവമാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു ശൂന്യതയാണ് രമണൻ എന്ന മലയാളത്തിലെ കാലത്തെയും ക്ലാസിക്കായിട്ടുള്ള ആ കവിത, ആ കാവ്യം എഴുതാൻ പ്രേരണയാകുന്നത്.